Hello guys, welcome to Educate Me and this is your teacher Nabil Moffat. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തു. അസറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് അസറ്റ്സ് പറഞ്ഞു, ലയബിലിറ്റീസ് പറഞ്ഞു, എക്സ്പെൻസ് പറഞ്ഞു, ഇൻകം പറഞ്ഞു, ക്യാപിറ്റലും പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഈ പഠിച്ച അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റലൊക്കെ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു, റെക്കോർഡും ചെയ്തു. റെക്കോർഡ് ചെയ്ത സിസ്റ്റത്തിൽ എന്തായിരുന്നു നമ്മൾ ജേണൽ എൻട്രി സിസ്റ്റം. ആ ജേണൽ എൻട്രി സിസ്റ്റം പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊരു സംഭവം പഠിച്ചിരുന്നു, ഡബിൾ എൻട്രി സിസ്റ്റം. സോ 2 എൻട്രി വന്നു, ടീം അസറ്റ്സ് പഠിച്ചു, ടീം ലയബിലിറ്റി പഠിച്ചു. ഇനി റെക്കോർഡ് ചെയ്തതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകണം. എന്താണ് ക്ലാസിഫിക്കേഷൻ? ആ ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്, ലെഡ്ജർ. സോ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മുടെ. ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ജേണൽ എൻട്രി. ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാ ജേണൽ എൻട്രി ഈസി ആയിട്ട് പറ്റും. നമ്മൾ ഈ ചെയ്ത ജേണൽ എൻട്രീനെ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ലെഡ്ജറിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ പോകും. ലെഡ്ജറിലേക്ക് ആക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ജേണൽ എന്തായിരുന്നു നമ്മൾ ചെയ്തത്, ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്തു, അക്കൗണ്ടിങ് രൂപത്തിലേക്ക് ആക്കിയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ആക്കി. ഇനി ഈ ഡെബിറ്റും ക്രെഡിറ്റും ആക്കിയതിനെ ഓരോന്നിനും ഓരോ അക്കൗണ്ട്സ് വരയ്ക്കും നമ്മൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫസ്റ്റ് എൻട്രി വാസ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഓരോ ആളുകളെയും ഓരോ അക്കൗണ്ട്, ഇനി ഓരോ ആളുകൾ ഓരോ ടീം ആക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആക്കി മാറ്റാം. 1 person in 1 account. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ലെഡ്ജറിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം ജേണൽ എൻട്രി. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഓഫ് ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, ബ്ലാ ബ്ലാ ബ്ലാ, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ചെയ്ത ജേണൽ എൻട്രീസ് ആണ് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, പർച്ചേസ് അക്കൗണ്ട്, ബ്ലാ ബ്ലാ ബ്ലാ, എല്ലാ തിങ്സും ഉണ്ട്. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ദ സെക്കൻഡ് തിങ് ഇസ് ലെഡ്ജർ. ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. അപ്പോൾ നമുക്ക് ലെഡ്ജറിന് വി ഹാവ് എ ഫോമാറ്റ് ഫോർ ലെഡ്ജർ. എങ്ങനെയാണ് ലെഡ്ജർ ചെയ്യേണ്ടത്? വാട്ട് വാസ് ദ ഫോമാറ്റ് ഓഫ് ദി ജേണൽ? ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എ ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ഡെബിറ്റ് വേറെ, ക്രെഡിറ്റ് വേറെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇതിങ്ങനെ ജസ്റ്റ് നിങ്ങൾ നോക്കാം. യാ, യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ യു ക്യാൻ സീ ദാറ്റ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, JF മീൻസ് ജേണൽ ഫോളിയോ, LF വാസ് ലെഡ്ജർ ഫോളിയോ, JF is journal folio. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. അപ്പോൾ ജേണൽ ഫോളിയോ നിങ്ങളിപ്പം ഭയങ്കരമായിട്ട് അതിൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട. ലെഡ്ജർ ഫോളിയോ, ജേണൽ ഫോളിയോ ഒക്കെ നമുക്ക് തിയറി എന്താണെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നോർമലി വരാറില്ല. പക്ഷേ ജസ്റ്റ് ഫോമാറ്റിന് വേണ്ടി നമുക്ക് ഫുൾ ആവാൻ വേണ്ടി നമുക്കിത് പഠിക്കാം. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡേറ്റ് നിങ്ങൾ നോക്കാം, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ദിസ് ഇസ് ദ ഫോമാറ്റ്. അപ്പോൾ നമുക്ക് ഏതാണ് ഡെബിറ്റ് ഏതാ ക്രെഡിറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കാം, ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ ഡെബിറ്റ്. ഈ ഡേറ്റ് മുതൽ ഞാനിപ്പോൾ വരച്ചത് വരെയാണ് നമ്മുടെ ഡെബിറ്റും. ഇനി ഇവിടുന്ന് ഡേറ്റ് മുതൽ ഇവിടെ വരെയാണ് ക്രെഡിറ്റ്. യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ ഏത് മുതലാണ്? അപ്പോൾ ആദ്യം ഏത് മുതലാണ്? ഫസ്റ്റ് ഡേറ്റ് ടു ഫസ്റ്റ് എമൗണ്ട് വരെയാണ് ഡെബിറ്റ്. നെക്സ്റ്റ് ഡേറ്റ് ടു നെക്സ്റ്റ് എമൗണ്ട് ആണ് നമ്മുടെ ക്രെഡിറ്റ്. ഓക്കെ, ക്രെഡിറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, യു ക്യാൻ സീ ദാറ്റ് ദേ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫോമാറ്റ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ എഴുതി വെച്ചാൽ ലെഡ്ജറിനെ ജേണലിനെ നമുക്കൊരു ലെഡ്ജർ ആക്കി മാറ്റാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞെടുക്കുകയാണ്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് ദി എക്സാമ്പിൾ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. വാട്ട് വാസ് ദ എൻട്രി? വാട്ട് വാസ് ദ നെയിം ഓഫ് ദി ട്രാൻസാക്ഷൻ? അല്ലെങ്കിൽ അതിൻ്റെ എന്തായിരുന്നു ആ എൻട്രിയുടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്തായിരുന്നു? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? അക്കൗണ്ടിങ്ങിലാക്കി ഡെബിറ്റും ക്രെഡിറ്റും ആക്കി. വാട്ട് വാസ് ദ ഡെബിറ്റ്? ക്യാഷ്. വാട്ട് ഇസ് ദ ക്രെഡിറ്റ്? ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ഓരോ ജേണൽ എൻട്രിക്കും നമ്മൾ ഓരോ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോകാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ക്യാഷ് അക്കൗണ്ട്. അതിന് നമ്മൾ വേറെ തന്നെ ഒരു അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ഐ എം അണ്ടർലൈനിങ് ദാറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇതിന് വേറെ തന്നെ. നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ചെയ്താൽ പർച്ചേസിന് വേറെ തന്നെ അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് വരുന്നുണ്ടോ ജേണൽ എൻട്രി? വേറെ തന്നെ അക്കൗണ്ട്. ആരൊക്കെ നമ്മുടെ ജേണലിൽ വന്നോ ഇവർക്കൊക്കെ വേറെ 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 അക്കൗണ്ട് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോവാം. ദിസ് ഇസ് വാട്ട് ദ പ്രോസസ് ഇസ് കോൾഡ് ലെഡ്ജർ. അപ്പോൾ ലെഡ്ജറിൽ ഓൾ വി ഡു ഇസ് വി ക്രിയേറ്റ് എൻ അക്കൗണ്ട് ഫോർ എവറി ഹെഡ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും നമ്മൾ ഓരോ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. നൗ ഒരു ജേണലിൽ റെക്കോർഡ് ചെയ്തത് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നുള്ളത് ഞാൻ പിന്നെ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റൈറ്റ്. സോ വാട്ട് ഈസ് ദി എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ.
ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് ലെഡ്ജറിലേക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, നമുക്കൊരു ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. ഞാൻ പറഞ്ഞു ഓരോന്നിനും ഓരോ അക്കൗണ്ട് വേണം. ക്യാഷിന് വേണം അക്കൗണ്ട്, ക്യാപിറ്റലിന് വേണം അക്കൗണ്ട്. ഓക്കെ, ഇനി എങ്ങനെ ജേണലിന് ലെഡ്ജറിലേക്ക് ആക്കാൻ നോക്കാം. സിമ്പിൾ എക്സാമ്പിൾ, ദ റൂൾ ഇസ് വെരി സിമ്പിൾ. 2 സൈഡ് ബൈ സൈഡ് ഇതൊന്നും വേണ്ട. 2 സൈഡും ബൈ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കുറേ കഷ്ടപ്പെടുന്നു വേണ്ട. ഒറ്റ ദർ ഇസ് വൺ ആൻഡ് ഓൺലി വൺ റൂൾ. ജേണലിൽ ഡെബിറ്റ് വരുന്നത് ലെഡ്ജറിൽ ക്രെഡിറ്റിൽ വരും. നമ്മൾ ശ്രദ്ധിക്കുക, ജേണലിൽ ഡെബിറ്റിൽ വരുന്നത് ലെഡ്ജറിൽ ക്രെഡിറ്റിലും, ജേണലിൽ ക്രെഡിറ്റിൽ വരുന്നത് ലെഡ്ജറിൽ ഡെബിറ്റും. ഐ റിപ്പീറ്റ് അഗെയിൻ, ജേണലിൽ ഡെബിറ്റ് വരുന്നത് ലെഡ്ജറിലെ ക്രെഡിറ്റിലും, ജേണലിൽ ക്രെഡിറ്റ് വരുന്നത് ലെഡ്ജറിൻ്റെ ഡെബിറ്റിലും. ഐ വിൽ ഷോ ദാറ്റ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടും യു ക്യാൻ സീ ദാറ്റ് ക്യാഷ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ 2 എണ്ണം എവിടേക്ക് പോകും നോക്കാം നമുക്ക്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് അക്കൗണ്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റില്ല. ഒന്നുകൂടെ മനസ്സിലാക്കിയേക്കാം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഹെഡിങ് കൊടുത്താൽ പിന്നെ അതർ പേഴ്സൺ ആണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഐ റിപ്പീറ്റ് അഗെയിൻ. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാഷ് വരില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ആരാ വരിക? ക്യാപിറ്റൽ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ക്രെഡിറ്റിലാണ് ക്യാപിറ്റൽ ഉള്ളത്. യു ക്യാൻ സീ ദാറ്റ് ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ ഈസ് ഇൻ ക്രെഡിറ്റ്. അപ്പോൾ അത് ക്യാഷ് അക്കൗണ്ടിൻ്റെ എവിടേക്ക് പോകണം? ഡെബിറ്റിലേക്ക് പോകണം. ഓക്കെ, നൗ വൺ മോർ തിങ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഇപ്പോൾ എവിടെ ഉള്ളത്? ഡെബിറ്റിൽ. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ അത് നേരെ എവിടേക്ക് പോകണം? ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റിലേക്ക് പോകണം. ഓക്കെ, എങ്ങനെ എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ഇപ്പോൾ രണ്ടാളുടെ അക്കൗണ്ടിലേക്ക് എവിടേക്കാണ് പോകാൻ നോക്കാം. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുത്തു. അപ്പോൾ പിന്നെ ആ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ ആരും വരില്ല. എവിടെ ആൾ വരിക? പുറത്ത് മുകളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഉള്ളിൽ ഇനി ക്യാപിറ്റലാണ് വരിക. ക്യാപിറ്റൽ ക്രെഡിറ്റിലുള്ളത് നേരെ എവിടേക്ക് പോകും? ഡെബിറ്റിൽ. ദിസ് ദ ക്യാപിറ്റൽ. ഓക്കെ, ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് എവിടെ നിൽക്കുന്ന നോക്കുക? ഡെബിറ്റിലുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ക്രെഡിറ്റിലേക്ക് പോവും ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എൻട്രി നോക്കാം. ഫസ്റ്റ് തന്നെ പഠിക്കുമ്പോൾ മേ ബി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല. സെക്കൻഡ് എൻട്രി, തേർഡ് എൻട്രി, ഒരു ഫോർത്ത് എൻട്രി എത്തുമ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടെ സെക്കൻഡ് എൻട്രിയിലേക്ക് വരികയാണ്. സെക്കൻഡ് എൻട്രി, ലുക്ക് അറ്റ് ദ സെക്കൻഡ് എൻട്രി. യു ക്യാൻ സീ ദാറ്റ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. 2 അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലേ? പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആരുണ്ടാക്കിയാൽ മതി? പർച്ചേസ് അക്കൗണ്ട്. സോ ഞാനൊരു പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കാം ഇവിടെ. ഓക്കെ, യു ക്യാൻ സീ എ പർച്ചേസ് അക്കൗണ്ട് ഹിയർ. പർച്ചേസ് അക്കൗണ്ട് ആണ് ഇവിടെ ഉള്ളത്. വാട്ട് ഈസ് ദ എൻട്രി? നമ്മുടെ എൻട്രി ഒന്നും കൂടെ നോക്കുക. എൻട്രി ഈസ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഹെഡ് കൊടുത്താൽ പിന്നെ ഉള്ളിൽ ക്യാഷ് വരില്ല. പിന്നെ ആരാ വരിക? പർച്ചേസാണ് വരിക അല്ലേ? പർച്ചേസ് ഇവിടെ ശ്രദ്ധിക്കുക. പർച്ചേസ് ഈസ് ഓൺ ഡെബിറ്റ്. പർച്ചേസ് ഏത് സൈഡിലാണ് ഉള്ളത്? ഡെബിറ്റിൽ. അപ്പോൾ അത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലേക്ക് പോകണം? ഓപ്പോസിറ്റ് സൈഡ്. ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ക്രെഡിറ്റ് സൈഡിലേക്ക്. യു ക്യാൻ സീ പർച്ചേസ് ഹിയർ. പർച്ചേസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ദിസ് ഇസ് ദ ക്രെഡിറ്റ് സൈഡ്. മനസ്സിലാവും? ഓരോ തിങ്സ് കഴിയുമ്പോൾ ഇങ്ങനെ മനസ്സിലായി വരികയാണ്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ദിസ് ഇസ് ദ ജേണൽ എൻട്രി. യു ക്യാൻ സീ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ് എൻട്രി. സോ 2 അക്കൗണ്ട് ഉണ്ടാക്കണം. ഏതൊക്കെ അക്കൗണ്ട്? പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് ഇനിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ക്യാഷ് വരില്ല. അപ്പോൾ ആര് മാത്രമേ വരുള്ളൂ? ഈ പർച്ചേസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ പർച്ചേസ് ഇപ്പം നിൽക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അത് ക്യാഷ് അക്കൗണ്ടിൻ്റെ എവിടേക്ക് പോകണം? ക്രെഡിറ്റ് സൈഡിൽ. വി ക്യാൻ സീ ദാറ്റ്. ഓക്കെ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇനി പർച്ചേസ് അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ആരാ വരിക? ക്യാഷ്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ക്യാഷാണ് വരിക. ക്യാഷ് ഇപ്പോൾ എവിടെ ഉള്ളത്? ക്രെഡിറ്റ് സൈഡിൽ. അത് പർച്ചേസ് അക്കൗണ്ടിൻ്റെ എവിടേക്ക് പോകണം? ദാറ്റ് ഷുഡ് ഗോ ടു ദ ഡെബിറ്റ് സൈഡ്. ഒരു അക്കൗണ്ടിലുള്ള ഒരാൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ഉണ്ടാക്കി? പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കി,
ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഉള്ളിൽ ക്യാഷ് ചെയ്തില്ല, പർച്ചേസ് അക്കൗണ്ട് ഉള്ളിൽ പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ ആരാ ചെയ്താൽ ഓപ്പോസിറ്റ് പേഴ്സണ്. ആരാ അവിടെ ഉള്ളത്? നമുക്ക് ക്യാഷ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് ആയിരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ പർച്ചേസ് ഡെബിറ്റിലുള്ളത് ക്രെഡിറ്റിലേക്ക് പോവും, പർച്ചേസ് അക്കൗണ്ടിലോ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ ടു ദ തേർഡ് എൻട്രി. ഓക്കെ, അപ്പോൾ തേർഡ് എൻട്രി എന്താ? നമുക്ക് തേർഡ് എൻട്രിയിലേക്ക് വരാം. ദ തേർഡ് എൻട്രി ഹിയർ ഇസ് ക്യാഷ് അക്കൗണ്ട് ഡേറ്റ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഡേറ്റ ടു സെയിൽസ്. അഗെയിൻ 2 അക്കൗണ്ട്സ് വേണം. ആരൊക്കെ വേണ്ടത്? ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ്, ഇനി ഉണ്ടാക്കണ്ട. ഇനി ഏത് അക്കൗണ്ട് ഉണ്ടാക്കണം? അപ്പോൾ സെയിൽസ് അക്കൗണ്ട്. സോ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ സെയിൽസ് അക്കൗണ്ട്. പർച്ചേസ് കഴിഞ്ഞു, ദിസ് ഇസ് ദ സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അണ്ടർലൈൻ ചെയ്താണ്, നിങ്ങൾ സെയിൽസ് അക്കൗണ്ട് അണ്ടർലൈൻ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഐ വിൽ മേക്ക് എ റൗണ്ട് ദാറ്റ്. സെയിൽസ് അക്കൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, സോ ക്യാഷ് അക്കൗണ്ട് അഗെയിൻ റിപ്പീറ്റ് ചെയ്യണേ. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കാം, ക്യാഷ് അക്കൗണ്ട് ഡേറ്റ ടു സെയിൽസ്. ഓക്കെ, ആരാ വരെ? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ സെയിൽസ് മാത്രമേ വരുള്ളൂ അല്ലേ? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ആരും വരില്ല. സോ സെയിൽസ് ഇവിടെ എന്തിലാണുള്ളത്? ക്രെഡിറ്റിലാണ്. സെയിൽസ് ക്രെഡിറ്റിലാണുള്ളത്. ക്യാഷ് അക്കൗണ്ട് എവിടേക്ക് പോകും? ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഡെബിറ്റ് സൈഡ്. നോക്കാം നമുക്ക് ക്യാഷ് അക്കൗണ്ടിൻ്റെ. യെസ്, സെയിൽസ് ഇസ് ഹിയർ. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ക്യാഷ് ചെയ്തില്ല, പാര ചെയ്ത സെയിൽസ്. സെയിൽസ് മാത്രമല്ല, ഏതാണോ ഓപ്പോസിറ്റ് എൻട്രി ആരാ ഉള്ളത്? സെയിൽസ് ഇപ്പോൾ ക്രെഡിറ്റിലുള്ളത് നേരെ എവിടെ വരും? അപ്പോൾ ഡെബിറ്റിൽ. അപ്പം നമുക്ക് സെയിൽസിൻ്റെ അക്കൗണ്ടിൽ എവിടെ വരും? അത് സെയിൽസിൻ്റെ അക്കൗണ്ടിൽ യു ക്യാൻ സീ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞു വരും. നൗ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഉള്ളിൽ ഹെഡിങ് കൊടുത്ത ആൾ അതിൻ്റെ ഉള്ളിൽ വരില്ല, ഓപ്പോസിറ്റ് പേഴ്സണാണ് വരിക. ഡെബിറ്റിലുള്ളത് ക്രെഡിറ്റിലും ക്രെഡിറ്റിലുള്ളത് ഡെബിറ്റിലും. ഇത് ഇനിയും മനസ്സിലാവാത്ത ആളുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഈ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. വൺ മോർ എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ എന്നാ ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഫോർത്ത് എൻട്രി, റെൻറ്റ് അക്കൗണ്ട് ഡേറ്റ ടു ക്യാഷ്. അഗെയിൻ യു കൻ സി റെൻറ്റ് അക്കൗണ്ട് ഡേറ്റ ടു ക്യാഷ്. 2 ആളുകൾ വേണം. ആരൊക്കെ വേണ്ടത്? റെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ്, ഇനി എന്ത് അക്കൗണ്ട് മാത്രം മതി? റെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്യാഷ് അക്കൗണ്ടിലേക്ക് ആരാ വരിക? ക്യാഷ് അക്കൗണ്ടിൽ റെൻറ്റ് വരും. റെൻറ്റ് ഇവിടെ ഡെബിറ്റിലുള്ളത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ എവിടെ ഉണ്ടാവും റെൻറ്റ്? ഇറ്റ് വിൽ ഗോ ടു ദ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നമ്മുടെ റെൻറ്റ് അക്കൗണ്ടിൽ എവിടെ വരും? ഓപ്പോസിറ്റ് സൈഡിൽ വരും ക്യാഷ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കായിട്ട് വി വിൽ ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് തിങ്. നമുക്ക് അടുത്ത് നോക്കാം. റെൻറ്റ് ആൻഡ് ദ സാലറി. സാലറി അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ആരൊക്കെ ഉണ്ടാക്കേണ്ടേ? സാലറി ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കണം. അപ്പോൾ എവിടെ പോകും? സാലറി ഡെബിറ്റിലാണ്. സോ സാലറി വിൽ കം ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് സാലറി അക്കൗണ്ടിൽ ഇറ്റ് വിൽ കം ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് വിൽ ഗോ. ഒന്നുകൂടെ സ്പീഡ് പോകണം ഇനി. സോ നെക്സ്റ്റ് എൻട്രി സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ്. അടുത്ത എൻട്രി സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ്. അഗെയിൻ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റേഷനറി ഏത് സൈഡിലേക്ക് പോകും? ഇറ്റ് വിൽ ഗോ ടു ദ ക്രെഡിറ്റ് സൈഡ് ആൻഡ് വി ഹാവ് എ സ്റ്റേഷനറി അക്കൗണ്ട് ഹിയർ. ക്യാഷ് എവിടേക്ക് പോവും? ഡെബിറ്റ് സൈഡ്. ബാക്കി നിങ്ങൾ ജേണൽ എൻട്രി നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കാം, ഹൗ ടു ഡു ദിസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫേർണിച്ചർ അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ്. ഫേർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ ഫേർണിച്ചർ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഡെബിറ്റിൽ. അപ്പോൾ ഏത് സൈഡിലേക്ക് പോകും? അത് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകും. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഫേർണിച്ചർ, യു ക്യാൻ സീ ദാറ്റ് ഫേർണിച്ചർ അവിടേക്ക് പോയി. ആൻഡ് അത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഫേർണിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എവിടേക്ക് പോകും? ഫേർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ ക്യാഷ് പോവും. യു ക്യാൻ സീ ദാറ്റ്. ആൻഡ് അനദർ തിങ്, ലാസ്റ്റ് വൺ ഇസ് മെഷീനറി അക്കൗണ്ട് ഡേറ്റ ടു ക്യാഷ്. മെഷീനറി അക്കൗണ്ട് ഡേറ്റ ടു ക്യാഷ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ക്യാഷ് അക്കൗണ്ടിൽ മെഷീനറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവും. സോ ദാറ്റ് വുഡ് ബി ഓൺ ദ വാട്ട്സ് ദ ക്യാഷ് അക്കൗണ്ട്? യെസ്, മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്കും പോയി. സോ നമുക്കൊരു മെഷീനറി അക്കൗണ്ട് ഉണ്ടാക്കാം. മെഷീനറി അക്കൗണ്ടാണ്. മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇറ്റ് വിൽ ബിക്കം ക്യാഷ്. ആൻഡ് നൗ ദ ലാസ്റ്റ് വൺ, വി ഹാവ് വൺ മോർ, ക്യാഷ് അക്കൗണ്ട് ഡേറ്റ ടു കമ്മീഷൻ. എത്രയൊക്കെ നമ്മൾ ടു ക്യാഷ് എന്നായിരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡേറ്റ ടു കമ്മീഷൻ. 2 അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാഷ് അക്കൗണ്ടും കമ്മീഷൻ അക്കൗണ്ടും. അപ്പോൾ എങ്ങോട്ട് പോകും? കമ്മീഷൻ ഇവിടെ ക്രെഡിറ്റിലുള്ളത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എവിടേക്ക് പോകും? ഡെബിറ്റ് സൈഡിലേക്ക് പോകും. ആൻഡ് കമ്മീഷൻ അക്കൗണ്ടിലോ ക്യാഷ് എന്ന് പറഞ്ഞ് ഏത് സൈഡിൽ വരും? കമ്മീഷനിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വി ഹാവ് എ കമ്മീഷൻ അക്കൗണ്ട്. യെസ്, ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പാണ് ലെഡ്ജറിൻ്റെ ബാലൻസിങ്. അപ്പോൾ ഞാൻ ബികോമിന് പഠിക്കുന്ന സമയത്ത് ഡ്യൂറിങ് മൈ 3rd ഇയർ ബികോം പഠിക്കുമ്പോൾ എനിക്കിത് ബാലൻസ് ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. എനിക്ക് ലെഡ്ജർ പറഞ്ഞൂടാ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും ബാലൻസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ.
അപ്പോൾ അത് എന്തോ പറഞ്ഞത് ഞാൻ ചിലപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആവാതിരിക്കാം, മേ ബി നോട്ട്, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനി മുതൽ ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബാലൻസിങ് എല്ലാവർക്കും പിന്നെയും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സംഭവം. ഇറ്റ്സ് വെരി ഈസി. ബാലൻസിങ് ഭയങ്കര വലിയ ബാലൻസ് ഷീറ്റ് ബാലൻസിങ് ഒന്നും ആയിരുന്നില്ല, വെരി സിമ്പിളാണ്. രണ്ട് സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കാനുള്ളൂ. പക്ഷേ ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഫോമാറ്റ്, കറക്റ്റായിട്ട് എഴുതി വെക്കാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാന്ന്. അപ്പോൾ ഇതാണ് ഒരു ക്യാഷ് അക്കൗണ്ടാണ് ഞാൻ ബാലൻസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ അക്കൗണ്ട്സും നിങ്ങൾ സ്വന്തമായി ബാലൻസ് ചെയ്ത് വെക്കാം. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാം, ഇതിൽ രണ്ട് സൈഡിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നോക്കാം. ഇതാണ് ഒരു സൈഡും ആൻഡ് ദിസ് ഇസ് ദി അതർ സൈഡ് അല്ലേ. ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ? വി ഹാവ് 5,000, 5,500ഉം 10,500 ആണ് ഹയസ്റ്റ്. ഈ രണ്ട് സൈഡിലും യു ഹാവ് ടു സൈഡ്സ്. ഇതിലെ രണ്ട് സൈഡിൽ ഹയസ്റ്റ് ഇസ് 10,500. ആ 10,500 നേരെ ഇവിടെ എഴുതി വെക്കുക. ഏതാണോ ഹയസ്റ്റ് അത് തന്നെ രണ്ട് സൈഡിലും എഴുതാം. ഇനി ഈ 10,500 ഈ എമൗണ്ട്സ് നിന്ന് മൈനസ് ചെയ്യാം. സോ 10,500 മൈനസ് 2,000, 1,000, 1,000, 1,000, 1,500, 1,000. എങ്ങനെയാണ് ഈ 10,500 നിങ്ങൾ ഇനി 2,000, 1,000, 1,000, 1,000, 1,500, 1,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ആൻസർ ഓഫ് 3,000. അതിൻ്റെ പേരാണ് ബാലൻസ് C/D. മനസ്സിലാക്കിയേക്ക. ഹയസ്റ്റ് സൈഡ് നമ്മളിത് അവിടെ എഴുതിച്ചു, ഇറ്റ് വാസ് 10,500. അത് തന്നെ നേരെ അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 10,500 ഇവിടെ എഴുതി വെച്ചു. ഇതിൽ നിന്ന് നമ്മൾ ഇതൊക്കെ 2,000 ഈ നമ്പേഴ്സ് ഫുള്ള് മൈനസ് ചെയ്ത് ബാക്കി വന്ന എമൗണ്ട് ആണ് നമ്മുടെ ഈ 3,000. ദാറ്റ്സ് വാട്ട് വി കോൾ ബാലൻസ് C/D. അപ്പോൾ C/D മീൻസ് ക്യാരി ഡൗൺ. അപ്പോൾ C/F എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ക്യാരി ഫോർവേഡ് എന്നോ ക്യാരി ഡൗൺ എന്നോ ഒക്കെ ഇതാ. അപ്പോൾ ക്യാരി ഡൗൺ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ക്യാഷിൽ ഫൈനലായിട്ട് നമ്മുടെ കയ്യിൽ ബാക്കി എത്ര റിമൈനിങ് ക്യാഷ് ഉണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് എടുക്കാൻ. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ എത്ര ബാക്കി ക്യാഷിൻ്റെ ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചത് C/D. ഓക്കെ, ഈ C/D നമ്മൾ നെക്സ്റ്റ് ഇനി ഇതാ ഇവിടെ B/D എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്ക് എടുത്തുണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇറ്റ് വിൽ കം. B/D മീൻസ് ബ്രോഡ് ഡൗൺ. ബ്രോഡ് ഡൗൺ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇയറിന് ഇറ്റ് ഹാസ് ബീൻ ബ്രോട്ട്, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തേക്ക് എടുത്തതിനാണ് ബ്രോഡ് ഡൗൺ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെ. രണ്ട് സൈഡിൽ ഏതാണോ ഹയസ്റ്റ് സൈഡ് അത് രണ്ട് സൈഡിലും എഴുതിയേക്കാം. ഇവിടെ ഏതാ സൈഡ്? ഡെബിറ്റ് സൈഡ് ആയിരുന്നു കൂടുതൽ, സോ അത് രണ്ട് എഴുതിയേക്കാം. എന്നിട്ട് മൈനസ് ചെയ്ത് ബാക്കി വരുന്നതാണ് നമ്മുടെ C/D, ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള അക്കൗണ്ട്സ് ഒക്കെ ചെയ്താൽ നമുക്ക് വേണം ബാക്കിയുള്ള അക്കൗണ്ട്സ് നോക്കാം. ലെറ്റ്സ് സി ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഒരൊറ്റ ക്യാഷ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. യു ക്യാൻ സി ക്യാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ക്യാഷിൻ്റെ 5,000 ഇവിടെ ഹയസ്റ്റ് സൈഡ് എഴുതിയേക്കുക. അത് തന്നെ അതാ ഇവിടെ എഴുതിയേക്കുക. ഒന്നും മൈനസ് ചെയ്യാത്തതുകൊണ്ട് ക്യാഷ് തന്നെ നമുക്ക് ബാലൻസ് C/D. നെക്സ്റ്റ് അക്കൗണ്ട്, ഒന്നും കൂടെ അടുത്ത അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് നോക്കാം. നമുക്ക് പർച്ചേസ് അക്കൗണ്ടിൽ ആരാ ഇവിടെ? ആകെ 2,000 മാത്രമേ ഉള്ളൂ. സോ ഹയസ്റ്റ് സൈഡ് 2,000 ആണ് ആൻഡ് ബാലൻസ് ഇവിടെ എത്ര ആയിരിക്കും? അപ്പോൾ 2,000. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 4,000 അല്ല, ദർ ഇസ് എ സ്ലൈറ്റ് മിസ്റ്റേക്ക്. നമുക്കത് എഴുതാം, ദാറ്റ് ഈസ് 2,000. ഓക്കെ ഓക്കെ, അപ്പോൾ അതാ 2,000 ആണ് ഹയർ സൈഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നു. ഇത് ബാലൻസ് C/D ആണ്. ബാക്കി വരുന്ന ബാലൻസ് ബാലൻസ് C/D. ഇത് നമ്മൾ നേരെ നെക്സ്റ്റ് ഇയറിലേക്ക് ബാലൻസ് B/D. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ എമൗണ്ട്സും നിങ്ങൾ തന്നെ സ്വന്തം ചെയ്ത് നോക്കുക. ബാക്കി എത്ര അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എല്ലാ അക്കൗണ്ടും നിങ്ങൾ തന്നെ ബാലൻസ് ചെയ്ത് നോക്കുക. ലെഡ്ജറിൻ്റെ കംപ്ലീറ്റ് ബാലൻസിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വെരി സിമ്പിൾ. ഐ റിപ്പീറ്റ് അഗെയിൻ. എന്താ ചെയ്യുക? ഹയസ്റ്റ് സൈഡ് ഏതാ അത് തന്നെ രണ്ട് സൈഡിൽ എഴുതിയേക്കാം. എന്നിട്ട് ലോവസ്റ്റ് സൈഡായിട്ട് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ഇസ് ഓവർ. ബാലൻസിനെ വി കോൾ ദാറ്റ് ബാലൻസ് C/D. ഏറ്റവും ലാസ്റ്റ് വരുന്ന ബാലൻസ് ആണ് ബാലൻസ് C/D. ഐ ഹോപ്പ് you all understood how to balance the ledger. All right students, നമ്മൾ ലെഡ്ജർ ബാലൻസിങ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് ലെഡ്ജർ എന്ന് പറയുന്ന സെക്കൻഡ് സെക്ഷൻ, ദാറ്റ് ഇസ് റെക്കോർഡിങ് കഴിഞ്ഞ് ക്ലാസിഫൈയും കൂടെ കഴിയാൻ പോവുകയാണ് നമ്മൾ. ലെഡ്ജറിൽ ദർ ഇസ് വൺ മോർ ടിപ്പ് ഫോർ ലെഡ്ജർ. നമുക്ക് ജേർണൽ ഇല്ലാതെ ഹൗ ക്യാൻ വി ഡു ദി ലെഡ്ജർ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ എക്സാമിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ജേർണലിൽ ആലോചിച്ച് അവിടെ നിന്ന് എടുത്ത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ഹൗ ക്യാൻ വി ഡു ദാറ്റ് വിത്തൗട്ട് എ ജേർണൽ? അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന് ഡയറക്റ്റായിട്ട് വിത്തൗട്ട് എ ജേർണൽ നമ്മളൊരു ലെഡ്ജർ ഉണ്ടാക്കാൻ പോകാം. ഓക്കെ, വെരി സിമ്പിൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പഠിച്ച സംഭവങ്ങൾ. ടീം ആസെറ്റ് ഇൻക്രീസ് ചെയ്ത ഡെബിറ്റ്, ഔഡിൻ്റെ എക്സാമ്പിൾ ആലോചിക്കുക. ടീം ആസെറ്റ് ഡിക്രീസ് ചെയ്ത ക്രെഡിറ്റ്. ടീം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത ക്രെഡിറ്റ്.
ടീം ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത ഡെബിറ്റ്. എന്തായിരുന്നു, ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളത്. ഇത് ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജേണലിൻ്റെ വീഡിയോ പോയി കണ്ട്, ജേണലിന് മുമ്പുള്ള ബേസിക്സിൻ്റെ വീഡിയോ പോയി കണ്ട് ഓട്ടോമാറ്റിക്കായി ആ ടീം ആസറ്റ്സും ടീം ലയബിലിറ്റിയും ഒക്കെ പഠിച്ചു വരിക. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ക്വസ്റ്റ്യന് നേരെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ലെഡ്ജർ ഉണ്ടാക്കാം വിതൗട്ട് എ ജേണൽ. ദാറ്റ്സ് വെരി ഈസി, വെരി സിമ്പിൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പല തിങ്സും ഓട്ടോമാറ്റിക്കായി പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഹൗ. അപ്പോൾ നോക്കാം സിമ്പിളായിട്ട്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സെയിം ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഐ റിപ്പീറ്റ് അഗെയിൻ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇനി ഒരു ക്യാഷ് അക്കൗണ്ട് ആക്കണം. ഞാൻ ക്യാഷ് അക്കൗണ്ട് മാത്രമേ കാണിക്കുന്ന, ബാക്കി അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് എടുത്തു നോക്കാം. ക്വസ്റ്റ്യൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ ജേണൽ ഇല്ലാതെ നമ്മൾ ലെഡ്ജർ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? ക്യാഷ്, അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, ക്യാപിറ്റൽ. ഇതിലേതാ വരിക? അസറ്റ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്താ ചെയ്യുക നമ്മൾ? ഡെബിറ്റ്. അസറ്റ് ഡിക്രീസ് ചെയ്താലോ? ക്രെഡിറ്റ്. ഒന്നുകൂടെ, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്തായിരുന്നു? നമ്മുടെ എക്സാമ്പിൾ ഓടി ആറായിട്ട് ആലോചിക്കാം. ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. നമുക്ക് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് കൊണ്ട് ചെയ്താൽ, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് കൊണ്ടുപോയി. നമ്മൾ എന്ത് അക്കൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇവിടെ കുറേ അക്കൗണ്ട്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ എക്സാമ്പിളായ ക്യാഷ് അക്കൗണ്ട് മാത്രമേ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ വി കൻ ഹാവ് എ ലുക്ക് ഓഫ്. ദ ഫസ്റ്റ് വൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമ്മളിങ്ങനെ ആലോചിക്കാം, ക്യാഷിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരും അല്ലേ? ഓട്ടോമാറ്റിക്കലി ഇറ്റ് കംസ് ഇൻ ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് നമുക്ക് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് ഡിക്രീസ് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്തോ ക്യാഷ് ഡിക്രീസ് ചെയ്തോ, ക്യാഷ് വന്നോ ക്യാഷ് പോയോ. വെരി സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ എന്താണ് ആദ്യം? ബിസിനസ്സാണ്. ഒന്നും കൂടി റിമെമ്പർ, വി ആർ ദ ബിസിനസ്, നോട്ട് ദി ഓണേഴ്സ്. നമ്മൾ ബിസിനസ്സാണ്. ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഓണർ ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ക്യാഷ് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് ഇൻക്രീസ് ചെയ്താൽ, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്താൽ. അതിൻ്റെ പേരാണ് ക്യാപിറ്റൽ. ഡെബിറ്റ് സൈഡ്. ജേണൽ വേണ്ട, ഒരു തിങ്സും ആലോചിക്കേണ്ട, ഇത്ര മാത്രം ആലോചിക്കുക. ക്യാഷ് അക്കൗണ്ടാണ്. ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്ത് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് തിങ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ഗുഡ്സ്. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമ്മളെ കയ്യിലേക്ക് ക്യാഷ് വരികയാണോ ചെയ്തത് അല്ലെങ്കിൽ ക്യാഷ് പോവുകയാണോ ചെയ്തത്? നമ്മളൊരു സംഭവം പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വി ലോസ് ദ ക്യാഷ്. നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് ഡിക്രീസ് ചെയ്താൽ എവിടെ എടുക്കണം? ക്രെഡിറ്റിൽ എടുക്കുക. Purchase will be on the credit side. Simple. Cash increase ചെയ്ത debit, decrease ചെയ്ത credit. Now we can have a look of the third one. Sold goods for cash. Goods സെയിൽ ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടിയ അസറ്റ് കൂടിയ ഡെബിറ്റ്. ഡെബിറ്റ് സൈഡ് സെയിൽസ്. നെക്സ്റ്റ് തിങ്, റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് പെയ്ഡ്, പേ ചെയ്തു അല്ലേ? ക്യാഷ് പോയി. ഏത് സൈഡിൽ എടുക്കും നമ്മൾ? വിൽ ടേക്ക് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡ്. നൗ സാലറി പെയ്ഡ്. എന്താ സാലറി പേ? സാലറി പേ ചെയ്താൽ കമ്പനിക്ക് എന്ത് പോയി? കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി അല്ലേ? കമ്പനീൻ്റെ ക്യാഷ് പോയി. ഏത് സൈഡിൽ വരും? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്യാഷ് ഡിക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ്. സാലറി. ദെൻ സ്റ്റേഷനറി പെയ്ഡ്. സ്റ്റേഷനറി, നമ്മൾ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ക്യാഷ് അഗെയിൻ വി ലോസ് ദ ക്യാഷ്, ക്രെഡിറ്റ് സൈഡ്. Now we have bought furniture for cash. ഫർണിച്ചർ, നമ്മൾ ഫർണിച്ചർ വാങ്ങി. നമ്മളെ കയ്യിൽ നിന്ന് ഫർണിച്ചർ കിട്ടിയെങ്കിലും നമുക്ക് എന്ത് പോയി? വി ലോസ് ദ ക്യാഷ്. അഗെയിൻ ഏത് സൈഡിൽ വരും? ഫർണിച്ചർ, ക്രെഡിറ്റ് സൈഡ്. ആൻഡ് ബോട്ട് മെഷീനറി ഫോർ ക്യാഷ്. അഗെയിൻ ക്യാഷ് ഹാസ് ബീൻ ലോസ്റ്റ്. അപ്പോൾ നമ്മൾ എവിടെ എടുക്കും? ക്രെഡിറ്റ് സൈഡ്. ആൻഡ് ലാസ്റ്റ് വൺ, റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയതാണ്, കൂടി വിൽ ടേക്ക് ഓൺ ദി ഡെബിറ്റ് സൈഡ്. എന്നിട്ട് നോർമൽ ബാലൻസിങ്. ഹയസ്റ്റ് സൈഡ് ഇസ് 10,500. ഇവിടെ 10,500 എടുക്കാം. ബാലൻസ് ഇസ് ബാലൻസിങ് പാർട്ടി. അപ്പോൾ എടുക്കുന്നത് ആലോചിക്കുക ഒന്നും കൂടെ. വെരി സിമ്പിൾ. ജേണൽ ഇല്ലാതെ എങ്ങനെ ലെഡ്ജർ ഉണ്ടാക്കാം? ഹൗ ഡു വി ഡു ദ ലെഡ്ജർ വിതൗട്ട് എ ജേണൽ? ക്വസ്റ്റ്യൻ ആലോചിക്കാം, എന്ത് അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താലോ ക്രെഡിറ്റ്. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ്. പർച്ചേസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡിക്രീസ് ചെയ്തു, ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ്. പർച്ചേസ് ഫർണിച്ചർ, ക്രെഡിറ്റ്. സാലറി പെയ്ഡ്, ക്രെഡിറ്റ്. റെന്റ് പെയ്ഡ്, ക്രെഡിറ്റ്. അപ്പോൾ ഒന്നും കൂടെ ഈ വീഡിയോ കണ്ട് ഒന്നും കൂടെ മനസ്സിലാക്കുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ഈസിയസ്റ്റ് ഓഫ് ഓൾ മെത്തേഡ് ടു ഡു ദ ലെഡ്ജർ. നിങ്ങൾക്ക് ഈ ലെഡ്ജർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അക്കൗണ്ടും നിങ്ങൾക്ക് ദർ ഇസ് ഗോയിങ് ടു ബി ടോട്ടൽ ഡെറ്റേഴ്സ് ആൻഡ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടൊക്കെ ഇറ്റ്സ് വെരി സിമ്പിളാണ്. സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ജേണൽ വെച്ചിട്ട് ലെഡ്ജർ ഉണ്ടാക്കാനുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കണം.
ജേണൽ ഇല്ലാതെ ലെഡ്ജർ ഉണ്ടാക്കാനുള്ളതും നിങ്ങൾ പഠിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ ലെഡ്ജറിൻ്റെ ബേസിക് ആയിട്ടുള്ള ലെഡ്ജറിൻ്റെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഫർദർ ആയിട്ട് നമുക്ക് ക്യാഷ് അക്കൗണ്ടിന് ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക് ഒക്കെ വരുന്നുണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള ലെഡ്ജർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ജേണൽ, റിപ്പീറ്റ് ദ ജേണൽ അഗെയിൻ, റിപ്പീറ്റ് ദ ലെഡ്ജർ, ജേണൽ എൻട്രി വെച്ച് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതും പഠിക്കാം. ജേണൽ എൻട്രി ഇല്ലാതെ ലെഡ്ജറിലേക്കുള്ളതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജേണലും പഠിച്ചു കഴിഞ്ഞു, ലെഡ്ജറും വിത്തിൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നിങ്ങളെല്ലാവരും ജേണലും പഠിച്ചു കഴിഞ്ഞു, ലെഡ്ജറും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ.